ഇന്ന് ഏറ്റവും ഹോട്ടായ വാർത്തകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആദ്യം അങ്ങനെ ഹോട്ടിലേക്ക് തന്നെ പോയല്ലോ. ഇലക്ഷൻ ഹോട്ട്. അങ്ങനെ നമ്മൾ തൃശ്ശൂരിലേക്കാണ് പോകുന്നത്. അവിടെ നേരത്തെ പറഞ്ഞതുപോലെ വോട്ട് കാലമായപ്പോൾ തൃശ്ശൂരിലെ CPM-ന് ഇരുട്ടടി കിട്ടിയിരിക്കുകയാണ്. ബാങ്ക് ഓഫ് ഇന്ത്യയിൽ CPIM-നുള്ള 4 അക്കൗണ്ടുകളാണ് മരവിപ്പിച്ചത്. ആദായനികുതി വകുപ്പിൻ്റെത് രാഷ്ട്രീയ വേട്ടയാണെന്ന് പക്ഷേ CPM ഇന്ന് പ്രതികരിച്ചു. നിയമപരമായി നേരിടുമെന്നും CPM-ന്റെ പ്രസ്താവന വന്നു കഴിഞ്ഞു. ദേശീയ തലത്തിൽ ആദായനികുതി വകുപ്പ് കോൺഗ്രസിന്റെ കീശ കീറിയത് വലിയ ചർച്ചയായിരുന്നു. പാർട്ടിയുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ച നടപടി കോടതി വഴി താൽക്കാലികമായി നീക്കിയ ആശ്വാസത്തിലാണ് കോൺഗ്രസ്. അപ്പോഴാണ് CPIM-ന്റെ അക്കൗണ്ടിലേക്ക് ആദായനികുതി വകുപ്പിന്റെ വരവ്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ണിലാണ് CPIM-ന്റെ അക്കൗണ്ടുകൾ പതിഞ്ഞത്. വിവരങ്ങൾ ആദായനികുതി വകുപ്പിന് ED കൈമാറി. 5,85,00,000 രൂപ ബാങ്ക് ഓഫ് ഇന്ത്യ അക്കൗണ്ടിലുണ്ടായിരുന്നു. ഇതിൽ 1 കോടി പിൻവലിച്ചു. ശേഷിച്ച തുക ആദായനികുതി വകുപ്പ് മരവിപ്പിച്ചു. CPIM സമർപ്പിച്ച കണക്കിൽ ഈ അക്കൗണ്ടിനെയും തുകയെയും കുറിച്ച് പരാമർശമില്ല എന്നാണ് ED വാദം. തെരഞ്ഞെടുപ്പ് ആവശ്യത്തിനാണ് 1 കോടി രൂപ പിൻവലിച്ചതെന്ന് CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് പറയുന്നു. 1 കോടി രൂപ എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കില്ലേ? അക്കൗണ്ടിൽ എന്ന് പറഞ്ഞാൽ പണം പിൻവലിക്കേണ്ട വന്നാൽ പിൻവലിക്കേണ്ടി വരില്ലേ? പാർട്ടി ആവശ്യങ്ങൾക്ക് പണം പിൻവലിക്കും. പണം നിയമാനുസൃതമായിട്ടുള്ള അക്കൗണ്ട് അല്ലേ. ഇപ്പോൾ CPM-നെ സംബന്ധിച്ച് ഒന്നും മറച്ചു വയ്ക്കാനില്ല, ഒന്നുമില്ല. അപ്പോൾ അതിൽ നമ്മളെ തളർത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അത് നടക്കുന്ന ഒരു കാര്യമല്ല. CPIM-ന് കള്ളപ്പണ നിക്ഷേപമില്ലെന്ന് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കണക്കുകൾ കൃത്യമായി നൽകി. ആദായനികുതി വകുപ്പിന്റേത് രാഷ്ട്രീയ വേട്ടയാടലെന്നും സീതാറാം യെച്ചൂരി പറഞ്ഞു. No reason has been given. No reason has been adduced as to why they are taking this action. They have summoned the district secretary to come with all the books of accounts. Why this something we do not know. And this is something which we find very strange. CPIM-ന് ഭയക്കാനില്ലെന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. എല്ലാ കണക്കും കാണിച്ചാണ്. അതുകൊണ്ട് ED എടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ സ്റ്റെപ്പും ഒരുതരം ഗുണ്ടായ ഇടപാടാണ്. അത്രയും ഞാൻ കാണുന്നുള്ളൂ. ആവശ്യമായ രീതിയിലുള്ള നിയമ പോരാട്ടം നടത്തേണ്ടി വരും. നിയമ പോരാട്ടം നടത്തിയിട്ട് എല്ലാ അക്കൗണ്ടും പുനഃസ്ഥാപിക്കും. തൃശൂരിലെ CPIM ഓഫീസ് കള്ളപ്പണത്തിന്റെ കോട്ടയായി മാറിയെന്ന് BJP. കരുവന്നൂർ ബാങ്കിലെ പണം രഹസ്യ അക്കൗണ്ടുകളിലൂടെ CPIM കൈക്കലാക്കിയെന്ന് B ഗോപാലകൃഷ്ണൻ. കള്ളപ്പണത്തിന്റെ വെള്ളാണ്, കരുവന്നൂരിലെ വെള്ളാനയാണ് MK കണ്ണൻ. കള്ളപ്പണമാണ് സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പിലെ കോടിക്കണക്കിന് രൂപ. CPIM ജില്ലാ സെക്രട്ടറി MM വർഗീസിനോട് തിങ്കളാഴ്ച വീണ്ടും ഹാജരാകാൻ ED ആവശ്യപ്പെട്ടു. ചുരുക്കത്തിൽ വോട്ടുകാലത്ത് നെട്ടോട്ടമോടുകയാണ് തൃശൂരിലെ CPIM. ഇലക്ഷൻ ഡെസ്ക് 24. വിജയകുമാർ, സൂരജ് മാലൂർ പറയുന്നു SKN വൈകുന്നേരം 1 മണിക്കൂർ വെയിലത്ത് നിന്ന് കഷ്ടപ്പെട്ട വിജയകുമാറിനെ നൈറ്റിൽ വീണ്ടും സ്റ്റുഡിയോയിലേക്ക് വിളിച്ചത് തീരെ ശരിയായില്ല. പാവം വെയിലത്തങ്ങ് വാടിപ്പോയത്. സംവാദം നന്നായി പോയി. ആരോഗ്യ പ്രശ്നമൊന്നുമില്ല. നേതാക്കന്മാർ തമ്മിലായിരുന്നു ഏറ്റുമുട്ടൽ. അണികളിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ആ ഏറ്റുമുട്ടലിന്റെ ചൂട് നേതാക്കന്മാർ അങ്ങ് ഏറ്റെടുത്തു. അവര് പൊരിഞ്ഞ പോരായിരുന്നു. നല്ല കായികാഭ്യാസിയാ വിജയകുമാർ. അതുകൊണ്ട് അങ്ങനെയുള്ള അബദ്ധത്തിലൊന്നും ചാടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.